മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ശിവസേനയിലെ ഉദ്ധവ് താക്കറെയാണോ അതോ ഏക്നാഥ് ഷിൻഡെയാണോ വലിയവൻ എന്നറിയാൻ കൂടിയുള്ള തെരഞ്ഞെടുപ്പാണിത്. അജിത് പവാറും അതുപോലെ തന്നെ ശരത് പവാറും തമ്മിലുള്ള ഒരു യുദ്ധവും അവിടെ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ യുദ്ധത്തിൽ ആര് വീഴും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവ് താക്കറെയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഉദ്ധവ് താക്കറെയുടെ പിതാവ് ബാൽ താക്കറെ ആയി തുടങ്ങിയ പ്രസ്ഥാനത്തെ അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏക്നാഥ് ഷിൻഡെ എന്ന ശിഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മറുപടി ജനാധിപത്യത്തിലൂടെയുള്ള ഒരു പുറന്തള്ളൽ തന്നെയായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണം അവിടെ നടക്കുമ്പോൾ BJPക്ക് ഇക്കുറി ക്ഷീണിതമാകുന്ന പല സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ കണക്കൂട്ടലുകൾ വ്യക്തമാക്കുന്നത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ 105 സീറ്റുമായി BJP സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു. അന്ന് 56 സീറ്റ് നേടിയ ശിവസേനയുടെ നേതാവായി ഉദ്ധവ് താക്കറെ പ്രഖ്യാപിക്കുകയും ഉദ്ധവ് താക്കറെയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് കൃത്യമായി NDAയോട് അഭിപ്രായപ്പെടുകയും ചെയ്തപ്പോൾ അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ BJPയുടെ ശക്തനായ നേതാവായ അമിത്ഷാ പറഞ്ഞത് ഒരു കാരണവശാലും ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകില്ല എന്നായിരുന്നു. അതിൻ്റെ മറുപടിയായാണ് മഹാവികാസ് അഘാഡി എന്ന സഖ്യത്തിന് രൂപകൽപ്പന നൽകിയതും ശരത് പവാറും അതുപോലെ തന്നെ ശിവസേനയും കോൺഗ്രസും ചേർന്നുള്ള ഒരു ത്രികക്ഷി സഖ്യം അധികാരത്തിലേക്ക് വന്നതും. BJP അന്നു മുതൽ തന്നെ എങ്ങനെ ആ സർക്കാരിനെ അട്ടിമറിക്കാം, എങ്ങനെ അവിടെ ജനങ്ങളിലേക്ക് ജനോപകാരപ്രദമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാതിരിക്കാനും എത്തിക്കാതിരിക്കാനും ശ്രമിക്കാം എന്നത് അവിടെ ഗവേഷണം നടത്തി വരികയായിരുന്നു. ഏറ്റവും ഒടുവിൽ 2 കൊല്ലം മാത്രം പഴക്കമുണ്ടായിരുന്ന ആ സർക്കാരിനെ തള്ളിയിടാൻ ദേവേന്ദ്ര ഫട്നാവിസിന് ട്രബിൾ ഷൂട്ടറായ അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ സഹായം തേടി ഒടുവിൽ അത് നടപ്പിലാക്കി. ശിവസേനയെ പുലർത്തിയെടുത്തു, ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി. അതായത് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കും എന്നുണ്ടായിരുന്നെങ്കിൽ ശിവസേന ഒപ്പം നിൽക്കുമായിരുന്ന, രാഷ്ട്രീയപരമായി ശിവസേനയ്ക്ക് കാര്യമായിട്ടുള്ള നേട്ടം കൊയ്യും എന്നുള്ളത് മനസ്സിലാക്കി തന്നെ BJP 2ാം തവണ മുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് വാഗ്ദാനം ചെയ്തതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്: ശിവസേനയെ പിളർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. മഹാരാഷ്ട്രയിൽ ഒരു കാരണവശാലും BJPക്കൊപ്പം വളരരുത്, BJPയെക്കാളും വലിയ ഒരു പ്രത്യേകമായ പദവി ശിവസേനയ്ക്ക് ഒരു കാലത്തും കിട്ടരുത്, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ഗൂഢലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം 2019 അവർ നൽകാതെ ശാഠ്യം പിടിച്ചത്. ഇത് സഞ്ജയ് റാവത്ത് ജനങ്ങളോട് വിശദീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ നന്നേ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ആളുകൾ പൊട്ടന്മാരല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. മണ്ടന്മാരും മടയന്മാരുമല്ല മറാത്തികൾ എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള സുവർണ അവസരമാണിത് എന്ന് ഉദ്ധവ് താക്കറെ അതുകൊണ്ടാണ് കൃത്യമായി പറയുന്നതും.